ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കറിൽ ഇറച്ചി ചോറ് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ളതാണ്. പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 5 വെളുത്തുള്ളി അല്ലി എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഈ മസാലയുടെ കൂടെ യോജിപ്പിച്ചെടുക്കാം. അടുത്തത് വാട്ടർ ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ടുള്ള കഷ്ണം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ അരിയുടെ കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇത് നന്നായിട്ട് ഇനി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിസിൽ വരുന്നതാണ്. ഇനി ആവിയൊക്കെ പോയതിനു ശേഷം ഇത് തുറന്ന് നോക്കാം. ചോറയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീരെ ഒട്ടി പിടിച്ചിട്ടില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറാണ്. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.